എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈദ് മുബാറക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ചട്ടിയിലൊരു മീൻകറി വെക്കുന്നുണ്ട്. എന്തോ പറയാനുണ്ട് പോലും മോൻ. എന്താ പറഞ്ഞോ? ഇതിനോട് എന്തോ പറയാനുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലോലിപോപ്പ് ആട്ടോ. അതിനെ പറ്റിയിട്ട് അവന് പറയുന്നത് ഭയങ്കര. അപ്പോൾ ഒന്നുമില്ല, ചട്ടിയിലൊരു മീൻകറി വെക്കുന്നുണ്ട്. പിന്നെ ചക്കപ്പൂതൽ കിട്ടിയിട്ടുണ്ട്. ചക്കപ്പൂതലിന് ഇടിച്ചക്ക എന്നൊക്കെ പറയും ചെറിയ നാട്ടിൽ. നമ്മുടെ നാട്ടിലെ ചക്കപ്പൂതൽ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇടിച്ചക്കേൻ്റെ ഒരു തോരനും മീൻകറിയൊക്കെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നത്. ഇന്ന് ഏട്ടന് ലീവാ, അപ്പോൾ ഏട്ടനും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോവാം. 2 ചക്കപ്പൂതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുറിച്ചിട്ട് ഇത് മുറിച്ച് വെക്കാനൊക്കെ ഭയങ്കര പണിയാട്ടോ. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അപ്പൊ ചെറിയൊരു അബദ്ധം പറ്റി. നമ്മൾ കത്തിയിൽ വെളിച്ചെണ്ണ വെക്കണമായിരുന്നു കേട്ടോ. അപ്പൊ വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കത്തിയിലൊന്നും ഇതിന്റെ അരക്കാവാണ്ട് നമുക്ക് മുറിക്കാൻ പറ്റേ. ഞാനിത് വെക്കുന്നത്, ചിലവർ ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടാണ് വെക്കല്. പക്ഷെ നമ്മുടെ വീട്ടിലില്ലേ ഇത് അങ്ങനെ 3-4 കഷ്ണാക്കി മുറിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം കേട്ടോ ഇതിൻ്റെ തൊലി ചെത്തിക്കളയുന്നത്. അതാകുമ്പോൾ ഇതിൻ്റെ തൊലി ചെത്താൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പം ഞാനിതൊരു 3-4 പീസായിട്ട് വെട്ടി നോക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണേ. കഷ്ടപ്പെട്ടു ഗൈസ്. ചക്ക പാത്രമില്ല. ഇങ്ങനെ ഓരോ പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഒരു 2 വിസിൽ വേവിക്കുന്നതിന് ചക്ക വേവ് കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ തൊലി പറിച്ച് കളയുന്നത്. അതാകുമ്പോൾ പണി എളുപ്പമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അമ്മയൊക്കെ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഓക്കെ, തേങ്ങ ചിരണ്ടാന്ന് അറിയാത്ത ആളെ പിടിച്ച് തേങ്ങ ചിരണ്ടിക്കാണ്. ഈ തേങ്ങ എൻ്റെ അല്ല, തേങ്ങ ഉണങ്ങിയതുകൊണ്ടില്ല, ഇത് കൊപ്രയാണ്. ഇത് ഇപ്രാവശ്യം അമ്മ ആൻറ്റി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന തേങ്ങയാണ്. കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് ഏകദേശം പാടിയിൽ ചിരണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ തേങ്ങ അരച്ചിട്ടായിരുന്നു മീൻകറി വെക്കുന്നത്. അപ്പം ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ നല്ല ടേസ്റ്റാട്ടോ മീൻകറി. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് വേണ്ടത്. നമ്മൾക്ക് ഇവിടെ ചെറിയുള്ളി കിട്ടൂല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വലിയ ഉള്ളീൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ട് ഒരു 2 സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം എന്താ പറയുക, നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പോവാണേ. അരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ ഗാർഡനിൽ നിന്നുള്ള നല്ല ഫ്രഷ് കറിവേപ്പിലയും കാന്താരിയും പറിക്കാൻ വിചാരിച്ചിട്ടോ മീൻകറിക്ക്. ഇതാ അധികമൊന്നുമില്ല. എനിക്കിത് പറിക്കാൻ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര പിശുക്കിയേ പറിക്കുള്ളൂ. കാന്താരിയൊക്കെ ചെറുതായിട്ടേ ഉള്ളേ. രണ്ട് കറിവേപ്പിലയോ കുഞ്ഞ് 2 കാന്താരിയും. അത് തികയാത്തതുകൊണ്ട് ഞാൻ 2 പച്ചമുളകും കൂടി ഇടുന്നുണ്ടേ. കാരണം നമ്മൾ ഓൾറെഡി മുളക് പൊടി കാശ്മീരി അല്ലേ ഇട്ടത്, എരിവുണ്ടാവില്ല. 2 പച്ചമുളകും കൂടി കത്തി
വെള്ളത്തിലിട്ട് വെച്ച വലിയൊരു കുടംപുളിയാണ്. അത് രണ്ടായിട്ട് കീറിയിട്ട് അതും കൂടി ഇട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ. തക്കാളി ഇടാൻ മറന്നുപോയേ. അപ്പം ഞാൻ നല്ലോണം നീളത്തിൽ അരിഞ്ഞിട്ട് തക്കാളി ഇടുന്നുണ്ട്. ഈ തക്കാളി തേങ്ങേൻ്റെ കൂടി ഇട്ട് അരച്ചാലും നല്ല കൊഴുപ്പ് കിട്ടും മീൻകറിക്ക്. ഞാൻ പിന്നെ നമുക്ക് ഈ മീൻകറിയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ തക്കാളി കഴിക്കാൻ കിട്ടാൻ നല്ല രസമല്ല. അതുകൊണ്ട് ഞാൻ അരച്ചിട്ടില്ല. പകരം ഇതിനകത്തേക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷില്ലേ, ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം പുള്ളെടുക്ക് പറയട്ടെ. അപ്പം ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പുഴമീനാണ്. ഇതിൻ്റെ പേരെന്താ അറിയോ? ഫംഗസ്. നല്ല രസമല്ലേ ഫംഗസ്? ഫംഗസ് അല്ല, പങ്കാസ്. ഫംഗാസ്. ഞാൻ ഫംഗസ് എന്നാട്ടോ കേൾക്കുന്ന എല്ലാവരും പറയുമ്പോൾ. നല്ല അടിപൊളി ഫംഗസ് മീനൊക്കെ കേട്ടോ. മുള്ളുണ്ടാവില്ല. പിന്നെ കാണാൻ നമ്മുടെ എന്താ കട്ട്ലയോ, നമ്മുടെ നാട്ടിലല്ലേ കട്ട്ലയോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുഴമീൻ പോലെ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് കൊടുക്കണം, അവിടെ പേടിക്കണ്ട. ഇല്ലാത്തതുകൊണ്ട് നെഞ്ചൂര് കൊടുക്കാൻ നല്ലതാണ്. ഇവിടുത്തെ മീനിൽ ഏറ്റവും ഫ്രഷ് പുഴമീൻ തന്നെയാണ്. നമ്മുടെ കടൽമീൻ ആയാലും മത്തിയൊന്നും തീരെ ഫ്രഷ് അല്ലേ, അമോണിയൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് കഴിക്കാനും ഒരു ടേസ്റ്റ് ഇല്ല. കറി വെച്ചാൽ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അത് ഇവിടെ പുഴമീൻ വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. പുഴമീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊടുക്കും. നമ്മൾ നമ്മുടെ ഫംഗസ് മീനൊക്കെ ഇട്ട് ഈ മീൻ കറി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രൈ ചെയ്താലോ കേട്ടോ ടേസ്റ്റ്. ഞാൻ പിന്നെ കുറേ നാളായി മീൻകറിയൊക്കെ കൂട്ടിയിട്ട്, അതുകൊണ്ട് മീൻകറി വെക്കാൻ വിചാരിച്ചതല്ലേ. നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കണേ. നമ്മുടെ ചക്ക നല്ല വെന്ത് നല്ലതല്ല. അപ്പോൾ ഇനി ഈ സാധനമെല്ലാം എടുക്കാൻ നല്ല എളുപ്പത്തിൽ കിട്ടുമേ. ഞങ്ങൾക്കിത് ഇതിൻ്റെ മുകളിൽ അതും ഇതിൻ്റെ തൊലിയെല്ലാം ഉണ്ടാവും. ഇങ്ങനെ നന്നായി ചെത്തി എടുക്കുന്നുണ്ടേ. നമ്മളിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കുന്നുണ്ട്. ഒന്നും ഒതുങ്ങാണ്ടിയ അങ്ങനൊന്നുമില്ല, കൈകൊണ്ട് നന്നായി ഉടച്ച് ഇടിച്ചെടുത്താലും മതി. ഞാൻ പക്ഷേങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയിട്ടാട്ടോ എടുക്കാൻ പോലെ. നല്ല ചൂടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ലാസ്റ്റ്. അരിഞ്ഞതിൻ്റെ ബാക്കി വെച്ച ആ ഒരു ഉള്ളിയില്ലേ, അതൊന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. മീൻകറിക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് നമ്മുടെ ചെറിയുള്ളിയാണ്. ഇവിടെ നമുക്ക് ചെറിയുള്ളി കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും വെല്ലുള്ളി തന്നെയാണ് എടുക്കുന്നത്. ചക്ക ഞാൻ നല്ലോണം എന്താ പറയുക, നമ്മൾ ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും പച്ചമുളകും, ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെല്ലുള്ളിയാണ് എടുത്തത്. അതും ഒന്ന് മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട്. കട്ടി
ഇതിലോ ഒരു കാര്യം മതി പട്ടയൊക്കെ ടേസ്റ്റ് ആണോ ഇല്ല മണമണോ എന്തോ എരിവുണ്ടോ? നമ്മുടെ കാന്താരി ഇടിച്ചിട്ട് നല്ല ചൂടാണ്. അടുക്കളയിൽ ചോറും കറിയും വെച്ച് ഇറക്കുമ്പോഴത്തേക്ക് തന്നെ മടുക്കും. എൻ്റെ മൂലവെള്ളം കണ്ടെന്ന് പറഞ്ഞില്ല. മോരമ്പല സൂപ്പർ, നല്ല എരിവ്. നമ്മുടെ നല്ല വെള്ള കാന്താരി ഉണ്ട്, അതങ്ങ് ഇടിച്ചിട്ട് വെച്ചപ്പോൾ പൊളിച്ചു. അത് അടിയിലോട്ടേക്ക് നല്ല എരിവുണ്ട്. അങ്ങനെ ഇതാ ഉച്ചക്കത്തെ കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുക്കളയൊക്കെ ഞാൻ നല്ല ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടോ. എനിക്കാണെങ്കിൽ എന്ത് കഴിഞ്ഞാലും അപ്പം ഈ അടുക്കള അപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ്. പിന്നെ ഉച്ചയ്ക്ക് നല്ല ഇടിച്ചക്ക തോരനുണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻ നല്ല കൊടമ്പുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച നല്ല മീൻകറി ഉണ്ട്, പിന്നെ കുറച്ച് മോരുകറി ഉണ്ട് കേട്ടോ. അത് ഇന്നലത്തെ മോരുകറിയാണേ. വഴുതനങ്ങ ഇട്ട് വെച്ച മോരുകറിയാണേ. പിന്നെ നല്ല ചോറും ഉണ്ട്. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും മണികളും പെട്ടെന്ന് എടുക്കാൻ പറ്റിയത്. ഇല്ല ഞങ്ങളുടെ പുറകെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരും. അപ്പം ഫുഡായപ്പോഴത്തേക്കും മോളും എണീറ്റ് വന്നിട്ടുണ്ട്. സുന്ദരിയേ എന്തൊരു ഉറങ്ങിയേ. നമ്മളല്ല കുളിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് നല്ല പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട് ചൂടത്ത് ഹായ് പറ. അമ്മ മീൻകറി വെച്ചു, ചക്ക ഇടിച്ചൊക്കെ കൂട്ടാൻ വെച്ചു. ചോറുമാവൻ കഴിക്കാ. നല്ലൊരു ദിവസം ആയിക്കൊണ്ട് എന്നാൽ പിന്നെ വാഴയിൽ തന്നെ ആവാം ഇന്നത്തെ ഊണെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ നിലത്ത് പായൊക്കെ വിരിച്ച് ചോറും കറികളും ഒക്കെ ഇലയിൽ വിളമ്പി 4 പേരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഓരോ സന്തോഷ നിമിഷങ്ങളല്ലേ. ഞങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ലഞ്ച് വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.